ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 142.86 കോടി. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 142.86 കോടി. 2023 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക് സിറ്റി. 2023 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക് സിറ്റി. ബ്രിട്ടനിലെ GCHQ ഇൻ്റലിജൻസ് ഏജൻസിയുടെ മേധാവിയായ ആദ്യ വനിത ആൻ കീസ്റ്റ് ബട്ട്ലർ. ബ്രിട്ടനിലെ GCHQ ഇൻ്റലിജൻസ് ഏജൻസിയുടെ മേധാവിയായ ആദ്യ വനിത ആൻ കീസ്റ്റ് ബട്ട്ലർ. വിസ്ഡൻ അൽമനാക്കിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം നേടിയ ഏക വനിതാ താരം ഹർമൻപ്രീത് കൗർ. വിസ്ഡൻ അൽമനാക്കിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഏക വനിതാ താരം ഹർമൻപ്രീത് കൗർ. വിസ്ഡൻ അൽമനാക്കിൻ്റെ 2023 ലീഡിംഗ് ക്രിക്കറ്റർ ആയ പുരുഷ താരം ബെൻ സ്റ്റോക്സ്. വിസ്ഡൻ അൽമനാക്കിൻ്റെ 2023 ലീഡിംഗ് ക്രിക്കറ്റർ ആയ പുരുഷ താരം ബെൻ സ്റ്റോക്സ്. വിസ്ഡൻ അൽമനാക്കിൻ്റെ 2023 ലീഡിംഗ് ക്രിക്കറ്റർ ആയ വനിതാ താരം ബേത്ത് മൂണി. വിസ്ഡൻ അൽമനാക്കിൻ്റെ 2023 ലീഡിംഗ് ക്രിക്കറ്റർ ആയ വനിതാ താരം ബേത്ത് മൂണി. വിസ്ഡൻ അൽമനാക്കിൻ്റെ 2023 ലീഡിംഗ് T20 ക്രിക്കറ്റർ ആയ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. വിസ്ഡൻ അൽമനാക്കിൻ്റെ 2023 ലീഡിംഗ് T20 ക്രിക്കറ്റർ ആയ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് അർഹനായ ഇന്ത്യൻ വ്യവസായി രത്തൻ ടാറ്റ. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് അർഹനായ ഇന്ത്യൻ വ്യവസായി രത്തൻ ടാറ്റ. PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി PIF ഉപയോഗപ്പെടുത്തിയ ഇസ്രോയുടെ ആദ്യ വിക്ഷേപണ ദൗത്യം PSLV-C55. PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി PIF ഉപയോഗപ്പെടുത്തിയ ഇസ്രോയുടെ ആദ്യ വിക്ഷേപണ ദൗത്യം PSLV-C55. PSLV-C55 ദൗത്യത്തിൻ്റെ ഭാഗമായി ഇസ്രോ വിക്ഷേപിച്ച ടെലിയോസ് 2, ലൂമലൈറ്റ് 4 ഉപഗ്രഹങ്ങൾ ഏതു രാജ്യത്തിൻ്റെതാണ്? സിംഗപ്പൂർ. PSLV-C55 ദൗത്യത്തിൻ്റെ ഭാഗമായി ഇസ്രോ വിക്ഷേപിച്ച ടെലിയോസ് 2, ലൂമലൈറ്റ് 4 ഉപഗ്രഹങ്ങൾ ഏത് രാജ്യത്തിൻ്റെതാണ്? സിംഗപ്പൂർ. GPS-ന് ബദലാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ചിപ്പ്. GPS-ന് ബദലാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ചിപ്പ്. ആദ്യ നാഷണൽ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കുളങ്ങളും ജലസംഭരണികളുമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ആദ്യ നാഷണൽ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കുളങ്ങളും ജലസംഭരണികളുമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്.
വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിച്ച നദി ബ്രഹ്മപുത്ര. വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിച്ച നദി ബ്രഹ്മപുത്ര. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമിതാവ് ഘോഷ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമിതാവ് ഘോഷ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.